ഞെളിയൻ പറമ്പിലെ മാലിന്യ നീക്കത്തിൽ ക്രമക്കേടുണ്ടെന്ന AG റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായി കോഴിക്കോട് കോർപ്പറേഷൻ 27.7 ലക്ഷം രൂപയാണ് GST ഇനത്തിൽ ചട്ടവിരുദ്ധമായി വിവാദ കമ്പനിക്ക് നൽകിയത്. വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷനോട് സർക്കാർ വിശദീകരണം തേടിയിരുന്നു. അതേസമയം അഴിമതി ആരോപണങ്ങൾ ശരിയാണെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും BJP വ്യക്തമാക്കി. ഞെളിയൻ പറമ്പിലെ മാലിന്യം നീക്കം ചെയ്യാൻ വിവാദ കമ്പനിയായ സോണ്ടയുമായി 7.70 കോടി രൂപയുടെ കരാറാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഒപ്പിട്ടത്. കരാറിന്റെ ഭാഗമായി 3.7 കോടിയിലധികം രൂപ സോണ്ട കൈപ്പറ്റിയിട്ടും മാലിന്യ നീക്കം മുടങ്ങിയിരുന്നു. ഇത് വിവാദമായി നിൽക്കെയാണ് GST ഇനത്തിൽ സോണ്ടയ്ക്ക് പണം നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് AGയുടെ ഓഡിറ്റിൽ കണ്ടെത്തിയത്. നിലവിലെ ചട്ടങ്ങൾക്കനുസരിച്ച് ബയോമൈനിംഗ് പ്രവർത്തികൾക്ക് GST ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ചട്ടം നിലനിൽക്കെ കരാർ തുകയ്ക്കൊപ്പം GSTയായി 92.4 ലക്ഷം രൂപ നൽകാമെന്ന് സോണ്ടയുമായി കോർപ്പറേഷൻ കരാറുണ്ടാക്കുകയായിരുന്നു. ഇതിൽ 27.72 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. ക്രമവിരുദ്ധമായി വിവാദ കമ്പനിക്ക് ലക്ഷങ്ങൾ നൽകിയതിൽ സർക്കാർ കൂടി വിശദീകരണം ചോദിച്ചതോടെ കോർപ്പറേഷൻ പൂർണ്ണ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതേസമയം സോണ്ട കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതായി BJP നേതാക്കൾ പ്രതികരിച്ചു. അവർ ഏർപ്പെട്ടുള്ള കരാറ് പ്രകാരം ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് തന്നെ കൗൺസിലിനകത്ത് കോർപ്പറേഷൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ അംഗീകരിക്കുന്ന കോർപ്പറേഷൻ തന്നെ ഇവർക്ക് തുക അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായ അഴിമതി ഉണ്ട് എന്നുള്ളത് പൊതുജനത്തിന് ബോധ്യപ്പെടുകയാണ്. GST ക്രമക്കേടിനെ കുറിച്ച് നേരത്തെ AGയുടെ ചോദ്യങ്ങൾക്ക് കോർപ്പറേഷൻ മറുപടി നൽകിയിരുന്നില്ല. പിന്നാലെയാണ് റിപ്പോർട്ട് നൽകാൻ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത്. ഇടതുമുന്നണിയുമായി അടുത്ത ബന്ധമുള്ള സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന് കാട്ടി കൂടുതൽ പ്രതിഷേധങ്ങൾക്കും തയ്യാറെടുക്കുകയാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷാംഗങ്ങൾ. ജനം, കോഴിക്കോട്.